ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും സുപ്പ് നല്ലൊരു അടിപൊളി കിടക്കാച്ചി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ കൈകളെയൊക്കെ മനോഹരമാക്കി വയ്ക്കാം കേട്ടോ. അപ്പോഴേ ചുളിവൊക്കെ വന്ന് വല്ലാതെ മുരിച്ചിലും ഒക്കെ വന്ന് കൈയൊക്കെ ചീത്തയായെങ്കിൽ നല്ല അടിപൊളി കിടക്കാച്ചി ടിപ്പ് പറഞ്ഞു തരാം. പരുപരുത്ത കൈക്കും ഒക്കെ ഈ ടിപ്പ് നല്ലതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടിപ്പ് ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് പറയാം കേട്ടോ. നമുക്ക് പച്ചപ്പാൽ വേണം, തേൻ വേണം, കുറച്ച് കേട്ടോ, പഞ്ചസാര വേണം. അപ്പോൾ ഇവരെ 3 പേരെയും കൂടി ഇട്ടാണ് നമ്മുടെ കൈകൾ ഇന്ന് മനോഹരമാക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാം. അപ്പോഴെല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാര ഒന്നും എടുക്കണ്ട, കുഞ്ഞു തരിയുള്ള പഞ്ചസാര എടുത്താൽ മതി കേട്ടോ. ചെയ്യുമ്പോൾ 2 കൈകളും ചെയ്യണം. ഞാനിപ്പോൾ ഒരു കയ്യിൽ തന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 കൈയിൽ നമുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് തേൻ എടുക്കാം. ഇപ്പം കിട്ടുന്ന പഞ്ചസാരയെല്ലാം വലിയതാണ് കേട്ടോ. അപ്പോൾ വലിയ പഞ്ചസാരയൊക്കെ ഇട്ടങ്ങോട്ട് പിടിച്ചാൽ നമ്മുടെ കൈയൊക്കെ പോറും കേട്ടോ. അന്നേരം ഒരു ചെറിയ സൈസ് പഞ്ചസാരയൊക്കെ എടുത്താൽ മതി. ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. ഒരു പേപ്പറിനകത്തോ ഒരു കവറിനകത്തോ ഇട്ട് ഒന്ന് ചതച്ചാൽ നമുക്ക് പഞ്ചസാര ഒരു ഇതൊന്ന് ചെറുതായിട്ട് വരും. എന്താണെന്ന് അറിയത്തില്ല, പഞ്ചസാര കുട്ടന്മാരല്ല ഇപ്പം വലിയവന്മാരാ കേട്ടോ. അപ്പോഴേ ഇനി നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പരുപരുത്ത കൈയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആരും ഇനി വിഷമിക്കേണ്ട. നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു ടിപ്പുകൾ കൊണ്ട് നമുക്ക് നല്ല അടിപൊളി കൈയൊക്കെ ആക്കി മാറ്റാം കേട്ടോ. ആരും വിഷമിക്കേണ്ട. ഇനി എന്തെല്ലാം ടിപ്പുകളുണ്ട് നമ്മുടെ കൈകളൊക്കെ മനോഹരമാക്കി എടുക്കാനല്ലേ. അപ്പോൾ ഇനി സോഫ്റ്റായിട്ട് ഉള്ള കൈയല്ല എൻ്റേത് എന്നൊന്നും ആരും പറഞ്ഞ് പരാതിയും പരിഭവങ്ങളും ഒന്നും പറഞ്ഞേക്കരുത്. കരയും നിലവിളിക്കുകയും നെഞ്ചത്തടിക്കുകയും ഒന്നും ചെയ്തേക്കരുത്. ഈ ഒരു ടിപ്പുകളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ മുഖത്ത് പാക്കിടുന്നത് പോലെ തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കേട്ടോ, നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മുടെ ഇതേമാതിരിയുടെ ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൂപ്പും കഴുകിയിട്ട് വന്നതാണ്. ഇനി നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ റൗണ്ടിൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം നമ്മുടെ കൈകൾക്ക് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ കൈകളൊക്കെ, നല്ല മനോഹരമായിട്ട്. ആര് കണ്ടാലും കൊതിക്കുന്ന കൈയായിട്ട് മാറും ഇത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇതൊക്കെ എന്താ നമ്മുടെ വീടുകളിൽ എപ്പോഴും കിട്ടുന്ന സംഭവങ്ങളാണല്ലോ. പഞ്ചസാര, പിന്നെ പാൽ, എന്നും ചായക്ക് പാൽ നമ്മൾ വാങ്ങിക്കാൻ പോവും. സൊസൈറ്റിയിൽ നിന്നാന്നേലും വീടുകളിലാന്നേലും നമ്മളിപ്പം സൊസൈറ്റിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചുളിവുകളും ഒക്കെ മാറി കിട്ടും, നല്ല സോഫ്റ്റാവും. ഞാൻ 3-4 ദിവസം മുമ്പ് ഒരു നല്ലൊരു ടിപ്പ് കാണിച്ചതെന്നല്ല. നമ്മുടെ നരമ്പുകളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് കുത്തിയിരിക്കുന്ന നരമ്പുകളൊക്കെ ഒരുവിധമൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോഴും മുഖം പോലെ തന്നെ നമുക്ക് നമ്മുടെ കൈകൾ മനോഹരമാക്കി എടുക്കാം കേട്ടോ. നല്ല വ്യത്യാസം കിട്ടും കേട്ടോ, നല്ല വ്യത്യാസം കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കി. നിങ്ങൾ പിന്നെ ഇതെല്ലാ ആഴ്ചയിലും ചെയ്യും കേട്ടോ. നമുക്കൊരു 5 മിനിറ്റെങ്കിലും നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മസാജൊക്കെ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മുടെ മൊബൈലിനകത്ത് നമ്മൾ ഓണും ഓഫോ ആക്കത്തില്ല വീഡിയോ. അപ്പോഴിത് അങ്ങനെ ഒക്കത്തില്ല കേട്ടോ. നമ്മുടെ വിരലിലൊക്കെ ഇതായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ
ഒന്ന് തുടച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. എന്താ ഓണോ അപ്പോൾ ആക്കാനൊക്കത്തുള്ള മൊബൈൽ. അപ്പോഴിതേ ഞാൻ ഒരു 5 മിനിറ്റ് തന്നെ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ മസാജൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിരളിലും ഒക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേ നമ്മുടെ ഇത് തീർന്നു. അപ്പോൾ ഇനി ഭംഗിയില്ല, കൈകൾക്ക് ഭംഗിയില്ല എന്ന് വെച്ചാൽ വലത് കൈ നമ്മൾ നല്ല പണി ചെയ്യുന്ന കൈയാണല്ലോ വലത് കൈ. പിന്നെ ഇടത് കൈ വലിയ പണിയൊന്നും എടുക്കുന്നില്ല. എന്നാലും ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ 2 കൈയും നമുക്ക് മനോഹരമാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു കൈയെ തന്നെ അങ്ങ് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. നമ്മുടെ മനോഹരമായ കൈകളൊക്കെ കണ്ട് ഇനി അസൂയാലുക്കൾ കണ്ണടിക്കും കേട്ടോ. അപ്പോഴതേ നിങ്ങളിങ്ങനെ ഉള്ള കിടുക്കാച്ചി ഐറ്റങ്ങളൊക്കെ വീട്ടിലിരുന്ന് ചെയ്യണം കേട്ടോ. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വേണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഈ പാത്രം കഴുകിയും ഒക്കെ ചെയ്യുമ്പം തന്നെ നമുക്ക് ഇങ്ങനെ ഇടാനൊക്കത്തില്ലല്ലോ. എല്ലാ ജോലിയൊക്കെ ഒതുക്കിയിട്ട് പിന്നെ ഇച്ചിരി നേരം വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞ് കിടുക്കാച്ചി ഐറ്റങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് നമ്മളൊരു 5-10 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കൈകൾ തണുത്ത വെള്ളത്തിൽ നമുക്കിത് അങ്ങ് കഴുകിയാൽ മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോഴേ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ ആദ്യം നമുക്കൊന്നും അറിയത്തില്ല. സാധാ ഇത് ഒട്ടൽ മാതിരി വരും നമ്മുടെ ഈ പഞ്ചസാരയും ഈ പാലും എല്ലാം കൂടെ ചേരുമ്പോൾ പിന്നെ ഒരു ചെറിയൊരു നമ്മളിങ്ങനെ മസാജ് ചെയ്ത് വരുമ്പോൾ ആവും കേട്ടോ. നല്ല കിടുവാണ് കേട്ടോ. ഞാൻ ആഴ്ചയിലും ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ കള്ളത്തരമാണല്ലോ ഈ സുപ്പ് കേട്ടോ. ഈ കള്ളത്തരമാണല്ലോ ഈ സുപ്പ്. അതുകൊണ്ട് തന്നെ വലുതായിട്ട് ഞാൻ അങ്ങോട്ട് അഴുക്കൊന്നും ആക്കത്തില്ല കേട്ടോ. കൈകൾ പണ്ടായിരുന്നു നമ്മൾ ചേറിനകത്തും ഒക്കെ പോയി കിടന്ന് ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും ഗ്ലൗസൊക്കെ ഉപയോഗിക്കും. എന്തിനും ആണെങ്കിലും കയ്യറ ഉപയോഗിച്ചുകൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെയൊക്കെ ഓരോന്ന് അടുക്കളപ്പണിക്ക് തന്നെ ഓരോരുത്തർ കയ്യറയൊക്കെ വെച്ചാണല്ലോ പാത്രം കഴുകുന്നതും. എന്ന് വെച്ചാൽ ഈ സോപ്പിൻ്റെ അലർജി ഒക്കെ കാണുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവരെന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനെ കയ്യറയൊക്കെ ഇട്ടാണല്ലോ ചെയ്യുന്നത്. ഞാൻ കയ്യറയൊന്നും ഇടത്തില്ല കേട്ടോ. അപ്പോൾ ഇതിനി നമുക്ക് 5 മിനിറ്റ് 5 കൂടുതലായിട്ട് നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി നമുക്കിതൊന്ന് തണുത്ത വെള്ളത്തിൽ നമുക്കിത് കഴുകിക്കൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കഴുകിയിട്ട് വരാം കേട്ടോ. നമ്മൾ ഒത്തിരി നേരം നന്നായിട്ട് നമ്മൾ മസാജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കഴുകിയിട്ട് വരാം. ഇനിയിപ്പോൾ എൻ്റെ മൊബൈൽ ഒട്ടും അതിനകത്ത് പിടിക്കാനൊക്കത്തില്ല. ദേ ഇങ്ങനെ അടിവശത്തും ഒക്കെ ഇതായി നോക്കട്ടെ. 2 കയ്യിലും ആയതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഇനി ഒട്ടൽ മാതിരി വരും കേട്ടോ. അപ്പോഴതാ നമ്മുടെ കൈയൊക്കെ നല്ല സുന്ദര കുട്ടപ്പൻ കൈയായി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കുക കേട്ടോ. ഈ കൈ ഞാൻ ഒന്നും ചെയ്തില്ല. നല്ല സോഫ്റ്റായിട്ടിരിക്കുക കേട്ടോ. ഈ കൈ നമ്മളിപ്പം ചെയ്ത ഈ കൈ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഈ കൈയും കൂടെ ചെയ്യട്ടെ കേട്ടോ. എനിക്ക് 2 കൈ കൊണ്ട് ഒരുമിച്ച് എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ഈ കൈ കൂടെ ചെയ്യണം. നമുക്കെല്ലാം ഇരിപ്പുണ്ടല്ലോ സംഭവങ്ങൾ. കുറച്ചും കൂടെ എടുത്താൽ മതിയല്ലോ. നമ്മൾ വെറുതെ ഇരിക്കില്ല. ഇപ്പോൾ ഞാൻ വെറുതെ ഇരിക്കും ഇവിടെ കേട്ടോ. അപ്പോഴേ ഈ കൈയും കൂടെ ചെയ്യട്ടെ. അപ്പോഴേ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുക കേട്ടോ നമ്മുടെ കൈകൾ. അപ്പോഴും നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഈ 3 സംഭവങ്ങൾ എല്ലാവരുടെയും വീട്ടിലൊക്കെ കാണും. അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കണം. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം പോലെ തന്നെ നമ്മുടെ കൈകളും സുന്ദരമാക്കി വയ്ക്കാൻ നോക്കണം എല്ലാവരും കേട്ടോ. അപ്പോൾ ചില ആൾക്കാരിങ്ങനെ നമ്മുടെ കൈകളിലോട്ടൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്. ഈ വലത് കൈ ഇടത് കൈയും കേട്ടോ. ഈ കൈ നമ്മൾ ചെയ്തില്ലല്ലോ. ഞാൻ ഈ കൈയും കൂടെ ഇട്ട് അവിടെ ഇന്നാളിൽ ഞാൻ ചെയ്തപ്പോൾ ഒരു കൈ മാത്രം ഇട്ടാലേ എങ്ങനെയാണെന്ന് ഇല്ല. ഞാൻ ഈ കൈയും ചെയ്യും കേട്ടോ. ഈ കൈയും ചെയ്യും. അപ്പോൾ
അതും ഇത്രയും സമയമെടുത്ത് ഞാൻ ഇവിടെ ഇരുന്ന് വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോഴെൻ്റെ കൈകൾ എനിക്ക് മനോഹരമാക്കി വെക്കണമെന്ന് എനിക്കിഷ്ടം കേട്ടോ. കൈയും കാലും ഒക്കെ കാല് പിന്നെ ഞാൻ നിങ്ങളെ എപ്പോഴും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കാലും ഞാൻ ഇതുപോലെ തന്നെയൊക്കെ ചെയ്ത് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോഴേ കാലും കൈയും മുഖവും മുടിയും എല്ലാം ഇന്നലത്തെ ഡൈ എല്ലാവരും ചെയ്ത് നോക്കിയോ. അപ്പോഴത്തെ എൻ്റെ മുടി നല്ല കറുത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ് അത് എന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഡൈ ആണല്ലോ ഇന്നലെ കാണിച്ചു തന്നെ. പക്ഷേ ഒന്നും പേടിക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. ഇതൊക്കെ തന്നെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. കെമിക്കൽ ഡൈ ഒക്കെ മാറ്റിയിട്ട് നമുക്കിങ്ങനെ നാച്ചുറലായിട്ടുള്ള ഡൈകളൊക്കെ തേച്ചാൽ നമ്മുടെ മുടിക്ക് തന്നെ നമുക്ക് തന്നെ നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിക്കും മുടി വളർച്ചയ്ക്കും. അപ്പോഴും നല്ല കറുപ്പുണ്ട്. എനിക്ക് ഫ്രണ്ടിലൊക്കെ നല്ല കറുപ്പായിരുന്നു. മെനഞ്ഞാന്ന് ഞാൻ ചെയ്തതാണ്. അപ്പോഴും നല്ല കറുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം. ഇന്നലത്തെ നമ്മുടെ ആ ഡൈ ഒക്കെ ചെയ്ത് നോക്കണം. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതും നിങ്ങൾ ചെയ്ത് നോക്കണം. നമ്മുടെ കൈകളൊക്കെ മനോഹരമാക്കി വെക്കാനുള്ള ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.